സെക്സ് ടൂറിസത്തിന്റെ നാട്ടിലേക്ക് ഒരു യാത്ര പോയാലോ? ഇത് എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാല്, തായ്ലൻഡ് യാത്ര എന്ന് പറയുമ്പോൾ എപ്പോഴും വരുന്ന കമന്റ് ആണ് സെക്സ് ആണ്, സെക്സ് ടൂറിസം ആണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട്. പല സിനിമകളിലും തായ്ലൻഡിനെ വളരെ കളിയാക്കിയിട്ട് നിങ്ങൾ എവിടെ പോകും തായ്ലൻഡ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളായിക്കോട്ടെ ബന്ധുക്കളായിട്ട് നെറ്റി ചുളിക്കും. വേറെ എവിടെയും പോകാൻ കണ്ടില്ലേ എന്നുള്ള ഒരു അതൃപ്തി, അത് സത്യം പറഞ്ഞാൽ അറിവില്ലായ്മയാണ്. അതുപോലെ തന്നെ പല ട്രെയിനേഴ്സിന്റെ ചില പ്രോഗ്രാമുകളൊക്കെ അറ്റൻഡ് ചെയ്ത സമയത്ത് അവർ ഭയങ്കര ഇതായിട്ട് പറയുന്നുണ്ട്, അവർക്ക് ഒരുപാട് അറിവുകളുണ്ട് മറ്റു കാര്യങ്ങൾ. പക്ഷെ തായ്ലൻഡ് എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർക്ക് അവർ ഭയങ്കര ഒരു പുച്ഛഭാവത്തിലൊക്കെ സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളത്, നിങ്ങൾ ഇന്ത്യക്ക് വെളിയിലേക്ക് ഒരു രാജ്യത്തേക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആദ്യം തന്നെ തെരഞ്ഞെടുക്കേണ്ട 1-2 രാജ്യങ്ങളുണ്ട്. ഏറ്റവും ഫസ്റ്റ് പ്രിഫറൻസ് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ നിങ്ങൾ നല്ല ലൈഫിൽ എന്നും ഓർത്തിരിക്കുന്ന ഒരു മെമ്മറബിൾ ട്രിപ്പാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫസ്റ്റ് തായ്ലൻഡിലേക്ക് പോവാ. അത് നിങ്ങൾക്ക് തരുന്ന പുതിയ അറിവുകൾ, പുതിയ രുചികൾ എല്ലാം നിങ്ങളുടെ ജീവിതത്തിലുടനീളം നിങ്ങൾ ഓർത്തിരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല കേട്ടോ. ഇത്രയൊക്കെ ഞാൻ തായ്ലൻഡിനെ കുറിച്ച് വാ തോരാതെ സംസാരിക്കണത് എന്താണെന്ന് ഒരു പക്ഷേ ചിന്തിക്കേണ്ടാവും. തീർച്ചയായിട്ടും ഞാൻ എന്റെ ഈ ജീവിതത്തിന്റെ ഇടയിൽ ഒരുപാട് രാജ്യങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ യാത്ര ചെയ്തിരിക്കുന്ന രാജ്യമാണ് തായ്ലൻഡ്. എല്ലാ മാസവും ഓരോ ഗ്രൂപ്പ് ടൂറിനോടൊപ്പം ഞാനും തായ്ലൻഡിൽ ഉണ്ടാവാറുണ്ട്. അല്ലാതെ തന്നെ പല ബിസിനസ് ആവശ്യങ്ങൾക്കും മറ്റുമായിട്ട് എപ്പോഴും തായ്ലൻഡ് വിസിറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അവിടുത്തെ ജീവിത രീതിയും മറ്റെല്ലാം തന്നെ എന്നെ ഒരുപാട് മാറ്റിമറിച്ചിട്ടുണ്ട്. നമ്മുടെ ആൾക്കാര് സെക്സ് ടൂറിസത്തിന്റെ നാട് എന്ന് തായ്ലൻഡിനെ പറയുമ്പോൾ അതിന് ചെറിയൊരു ഉദാഹരണത്തിലൂടെ ഞാൻ നമ്മുടെ നാടിനെ കുറിച്ചും പറയാം. അപ്പൊ നമ്മൾ തായ്ലൻഡിനെ സെക്സ് ടൂറിസത്തിന്റെ നാട് എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിനെ നമ്മൾ അതേ ഒരു ആംഗിളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മുഴുക്കുടിയന്മാരുടെ നാട്, അതായത് എല്ലാവരും ആൽക്കഹോൾ അഡിക്റ്റ് ആയിട്ടുള്ളവരുടെ നാട് എന്ന് വേണം പറയാൻ. ഇതൊരു സാങ്കല്പിക കഥയാണ് കേട്ടോ. ഇനി ഇത് പറയുമ്പോൾ ഈ ഒരു ഡയലോഗ് മാത്രം വെട്ടിയെടുത്തിട്ട് കേരളത്തിലുള്ളവരെല്ലാവരെയും കുടിയന്മാരെന്ന് വിളിച്ചെന്ന് പറഞ്ഞിട്ട് വരരുത്. കൃത്യമായിട്ട് ഇതിന്റെ നുറുക്കാണ് നിങ്ങൾ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ഈ ചെറിയ ഡയലോഗ് മാത്രം കട്ട് ചെയ്തുകൊണ്ട് വരാനുള്ള വീഡിയോ സാധ്യതകളുണ്ട്. അപ്പോൾ ഈ വീഡിയോന്റെ ഫുള്ളായിട്ട് നിങ്ങൾ കാണണം. അപ്പോൾ കേരളത്തെ മുഴുക്കുടിയന്മാരുടെ നാട് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ആൽക്കഹോൾ അഡിക്റ്റ് ആയവരുടെ നാട് എന്ന് പറയുന്നത് പോലെയാണ് തായ്ലൻഡിനെ സെക്സ് ടൂറിസത്തിന്റെ നാട് എന്ന് പറയുന്നത്. അതൊരു ഉദാഹരണത്തിലൂടെ ഞാൻ മനസ്സിലാക്കി തരാം. ഒരു ഫോറിനർ, അയാളിപ്പോ US നിന്നോ യൂറോപ്പിൽ നിന്നൊക്കെ ആയിക്കോട്ടെ, ഒരു ആള് നമ്മുടെ കേരളത്തിലേക്ക് വരികയാണ് കേട്ടോ. സാങ്കല്പിക കഥയാണ്, പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. അദ്ദേഹത്തിന് കാസർഗോഡാണ് ഒരു മീറ്റിംഗ്. ഇദ്ദേഹത്തിന് കോഴിക്കോട്ടേക്കോ മംഗലാപുരത്തേക്കോ കണ്ണൂരിലേക്കോ നമ്മുടെ കൊച്ചിയിലേക്കോ ടിക്കറ്റ് കിട്ടിയില്ല. കിട്ടിയത് തിരുവനന്തപുരത്തേക്കാണ്. സാങ്കല്പിക കഥയാണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. അപ്പോ രാവിലെ വന്ന് വിമാനം ഇറങ്ങി എവിടെ? തിരുവനന്തപുരം എയർപോർട്ടിൽ. അദ്ദേഹം അവിടെ നിന്നൊരു ടാക്സി എടുത്തിട്ട് കാസർഗോഡ്ക്ക് യാത്ര ചെയ്യുകയാണ്. അപ്പൊ യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹം വരുന്ന വഴിയിൽ വലിയ ഒരു ക്യൂ കണ്ടപ്പോൾ അയാൾക്ക് ഭയങ്കര സന്തോഷം. അയാൾ ഡ്രൈവറോട് ചോദിച്ചത്, മേൻ ഇതെന്താണ് രാവിലെ തന്നെ വല്ല ജോബ് ഫെയർ എന്തെങ്കിലും ആണോ എന്ന് ചോദിക്കുമ്പോൾ ആ ഡ്രൈവർ പറയാണ്, അല്ല, ഇത് ബീവറേജ് കോർപ്പറേഷൻ ആണ്. ഇതിന്റെ മുന്നിൽ ക്യൂ നിൽക്കുന്നവരാണ്, മദ്യം മേടിക്കാനായിട്ട് ക്യൂ നിൽക്കുന്നതാണ്. ഇത് കേട്ടപാട് അയാൾക്ക് ഭയങ്കര സങ്കടമായി. ആ ഫോറിനർക്ക്, അയ്യോ കഷ്ടം, ഞങ്ങളുടെ നാട്ടില് എല്ലാ സ്ഥലങ്ങളിലും ഇത് കിട്ടും, സൂപ്പർ മാർക്കറ്റിൽ കിട്ടും, റെസ്റ്റോറന്റിൽ കിട്ടും, നിങ്ങളുടെ നാട്ടില് ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിലാകെ ഇവിടെ മാത്രമേ കിട്ടുള്ളൂ എന്ന് അയാള് സങ്കടത്തോടെ പറഞ്ഞപ്പോൾ ഡ്രൈവർ പറഞ്ഞു, അല്ല സർ, ഇവിടെ ഇതൊരു ഷോപ്പ് മാത്രം, ഇതുപോലെ എല്ലാ സ്ഥലത്തും ഉണ്ട്. പിന്നെ നിങ്ങളുടെ നാട്ടിൽ കിട്ടുന്ന ഹോട്ടലിൽ കിട്ടുന്ന പറഞ്ഞ പോലെ തന്നെ ഇവിടെയും ഹോട്ടലുകൾ കിട്ടും. പിന്നെ ഇതിനൊക്കെ പുറമെ ഇത് വിദേശ മദ്യമാണ്. ഇതിന് പുറമെ ട്രഡീഷണൽ ആയിട്ട് നമ്മുടെ അതായത് കള്ള് നമുക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ കള്ള് അങ്ങനത്തെ പല ലോക്കൽ ഡ്രിങ്ക്സ് അവൈലബിൾ ആണ്. അപ്പൊ ഇയാൾക്ക് ഭയങ്കര ആശ്ചര്യമായി, ഇതുപോലെ ഇത്രയും അവൈലബിൾ ആയിട്ട് ഇരുന്നിട്ടും പിന്നെ എന്തിനാണ് രാവിലെ തന്നെ ഇത്രയും വലിയ ക്യൂ എന്ന് ചോദിച്ചപ്പം ഡ്രൈവർ പറയുകയാണ്, ഇവിടെ കുറഞ്ഞ വിലയിൽ കുറച്ച് ഡിസ്കൗണ്ട് ഉണ്ട്, അതിന്റെ പേരിലാണ് ആൾക്കാർ ഇവിടെ നിന്ന് മേടിച്ച് കഴിക്കുന്നത്. ഇയാൾക്ക് അയാളെ തല കുലുക്കി. ഇയാള് ഇവിടെ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെയുള്ള യാത്രയിൽ പല സ്ഥലത്തും അദ്ദേഹം ഇങ്ങനത്തെ കാഴ്ചകൾ കണ്ടു. അവസാനം വൈകിട്ട് അദ്ദേഹം കാസർഗോഡ് എത്തി. അദ്ദേഹത്തിന്റെ റൂമിൽ ചെന്ന് അദ്ദേഹം കുളിച്ച് ഫ്രഷായി അദ്ദേഹത്തിന്റെ ഭാര്യയെ ഫോൺ ചെയ്യണം, ഞാൻ ഇവിടെ എത്തിയിട്ടോ, സുഖമായിട്ട് എത്തി. അപ്പൊ ഭാര്യ ചോദിക്കുന്നു, എങ്ങനെയുണ്ട് ഇന്ത്യ, എങ്ങനെയുണ്ട് കേരളം എന്ന് പറയുമ്പോൾ ഇയാൾ പറയാണ്, കേരളം ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്, ശരിക്കും പറയുന്ന പോലെ തന്നെ ഗോഡ്സ് ഓൺ കൺട്രി, ഭയങ്കര പുഴകളും മലനിരകളും പച്ചപ്പും തെങ്ങും തോട്ടവും വാഴയും എല്ലാമായിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആണ്. പക്ഷെ ഇവിടുത്തെ ആൾക്കാരുണ്ടല്ലോ ഭയങ്കര ആൽക്കഹോൾ അഡിക്റ്റ് ആണ്.
വൈഫ് വെച്ച് എന്താണ്? അല്ല, രാവിലെ മുതൽ വിമാനം ഇറങ്ങി വന്ന് യാത്ര ചെയ്യുമ്പോൾ മുതൽ പല സ്ഥലങ്ങളിലും നീണ്ട ക്യൂ ആണ് മദ്യത്തിന് വേണ്ടിയുള്ളത് എന്ന് പറയുമ്പോൾ, നിങ്ങൾ ഇതൊരു സാങ്കല്പിക കഥയാണ് കേട്ടോ, എന്ന് പറയുമ്പോൾ എന്താണ് എന്റെ അർത്ഥം എന്ന് വെച്ച് കേരളത്തിൽ അയാളുടെ പോയിന്റ് ഓഫ് വ്യൂല് കണ്ട കേരളത്തിലുള്ളവരെല്ലാവരും മുഴുക്കുടിയന്മാരാണോ? ആണോ? ഇതുപോലെയാണ് തായ്ലൻഡിലെ സെക്സ് ടൂറിസവും. തായ്ലൻഡിലെ ഉടനീളം ഇത്തരത്തിലുള്ള സെക്സ് ടൂറിസവും ഭയങ്കര പ്രശ്നങ്ങൾ, വഴി കൂടി പോണവരെ പിടിച്ചുകൊണ്ട് പോകുക, ഇത്തരം ഒന്നുമില്ല എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കുക. എന്ന് വെച്ചിട്ട് ഇതൊന്നുമില്ല എന്നും പറയുന്നില്ല, ചില സ്ഥലങ്ങളിലുണ്ട്. അപ്പോ ആവശ്യക്കാർക്ക് അത്തരത്തിൽ നമ്മളിപ്പോ ഒരു ബിവറേജസിലൊക്കെ പോയിട്ട് മദ്യം മേടിച്ച് കഴിക്കുന്നവർ കഴിക്കുന്ന പോലെ, അല്ലെങ്കിൽ ഒരു ബാർ അറ്റാച്ച്ഡ് ഹോട്ടലിൽ പോയിട്ട് കഴിക്കുന്ന പോലെ തന്നെ ഇത്തരം കാര്യങ്ങൾക്ക് അവിടെ നിയമപരമായിട്ട് മറ്റു തടസ്സങ്ങളില്ല എന്നതിനാൽ അതിനുള്ള അവസരമുണ്ട് എന്നുള്ളതാണ്. എന്ന് വെച്ചിട്ട് ഇതിലൂടെ മാത്രം ആ രാജ്യത്തിനെ നോക്കി കാണുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ശുദ്ധ മണ്ടത്തരമാണ്, വിവരക്കേടാണ് എന്നാണ് പറയാനുള്ളത്. കാരണം ഒരുപാട് കാര്യങ്ങൾ കൊണ്ട്, വളരെ പുതുമകൾ നിറഞ്ഞ അനുഭവങ്ങളും ആസ്വാദന രീതികൾ കൊണ്ട് ലോകത്തിലെ ഏറ്റവും അധികം ആൾക്കാർ യാത്ര ചെയ്യുന്ന സ്ഥലമാണ് തായ്ലൻഡ്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, ലോകത്തിലെ ഏറ്റവും അധികം ടൂറിസ്റ്റുകൾ എത്തിച്ചേരുന്ന സ്ഥലമാണ് തായ്ലൻഡ് എന്നതിനാൽ തന്നെ അതിന്റെ പ്രത്യേകത എന്താണെന്ന് അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണ രീതികളും കാഴ്ചകളും അനുഭവങ്ങളും എല്ലാമായിട്ട് തായ്ലൻഡ് ലോകത്തെ അങ്ങോട്ട് മാടി വിളിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആൾക്കാർ ഇവിടെ ഇരുന്ന് പറയും തായ്ലൻഡിൽ പോകുന്നത് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല കമന്റുകളും കാണാറുണ്ട്, കേൾക്കാറുണ്ട്. അപ്പൊ ആദ്യം തന്നെ ഈ കാഴ്ചപ്പാടുകളാണ് മാറ്റം. ഇതിനോടൊപ്പം ചേർത്ത് പറയട്ടെ, നിങ്ങളുടെ കുടുംബത്തോടൊപ്പം നിങ്ങൾ തായ്ലൻഡ് യാത്ര ചെയ്യുകയാണ്, ചെയ്തിട്ടുള്ളവർക്കറിയാം, ചെയ്യാത്തവരോടായിട്ടാണ് ഞാൻ പറയുന്നത്. യാത്ര ചെയ്യുമ്പോഴും നമ്മൾ കേരളത്തിലുള്ളവരാണ്, വലിയ സംസ്കാര സമ്പന്നരാണ് എന്നാണ് നമ്മൾ പറയുന്നത്. അങ്ങനെ തന്നെ ആവട്ടെ, വിദ്യാസമ്പന്നരാണ്, സംസ്കാര സമ്പന്നരൊക്കെയാണ് കേട്ടോ. ഞാൻ ഇത് കാണുന്ന ചേട്ടന്മാരോടും ചേച്ചിമാരോടായിട്ട് ഒരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്, പ്രത്യേകിച്ച് സ്ത്രീകളോടാണ് എന്റെ ഇത്. നിങ്ങൾ ജനിച്ചു വളർന്ന സ്വന്തം നാട്ടില്, ജനിച്ച് വിവാഹം കഴിച്ചുകൊണ്ടിരുന്ന നാടല്ല, ജനിച്ചു വളർന്ന സ്വന്തം നാട്ടില് പിച്ച വെച്ച് നടന്ന മണ്ണ്, സ്കൂളിൽ പോയ സ്ഥലങ്ങള്, നമ്മുടെ പാരന്റ്സിനെ സഹോദരങ്ങളൊക്കെ അറിയുന്ന നാട്ടുകാരും എല്ലാവരും ആ നാട്ടിൽ നമ്മുടെ വീട്ടിൽ നിന്ന് 1/2 കിലോമീറ്റർ ദൂരത്തുള്ള ഒരു മാർക്കറ്റിലേക്ക് നടന്നു പോകുകയാണെങ്കിൽ എത്ര പേരുടെ ചൂഴ്ന്ന നോട്ടങ്ങൾ സഹിക്കണം, ഇല്ലേ? ഡോക്ടേഴ്സിന്റെ ഒക്കെ ഭാഷയിൽ പറഞ്ഞ വെറും സ്കാനിങ് അല്ല, MRI സ്കാനിങ് എന്ന് വേണം പറയാനായിട്ടത്. കാരണം എനിക്ക് ഭാര്യയും പെൺമക്കളൊക്കെ ഉള്ളതാണത്. അതിന്റെ പേരിൽ തന്നെ ഞാനത് നേരിടുന്ന ഒരാളും കൂടിയാണ്, അല്ലേ? ശരിയല്ലേ? എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ പറയാം. നെഗറ്റീവ് കമന്റോളികൾ തൽക്കാലം ഒന്ന് മാറിക്കിട്ടോ, സീരിയസ് ആയിട്ട് കമന്റ് ചെയ്യണവര് വരട്ടെ. അപ്പൊ എന്താണ് അവസ്ഥ? എത്ര പേരുടെ ചൂഴ്ന്ന നോട്ടങ്ങൾ സഹിക്കണം, ഇല്ലേ? ഇനി നിങ്ങൾ ഈ പറയുന്ന സെക്സ് ടൂറിസത്തിന്റെ നാടെന്ന് വിവരമില്ലാത്ത ആൾക്കാർ ഇവിടെ നിന്ന് പറയുന്ന തായ്ലൻഡിലേക്ക് നിങ്ങൾ വരിക. നിങ്ങൾ തായ്ലൻഡിലെ ബാങ്കോക്കിലെയും പട്ടായയിലെയും തെരുവുകളിലൂടെ നിങ്ങൾ രാത്രിയിലൊക്കെ നടക്കുക. 12 മണിക്കും 1 മണിക്കും 2 മണിക്കും ഒക്കെ നിങ്ങൾ നടക്കുക. ഭാര്യയുടെ കൈ പിടിച്ച് നടക്കേണ്ട കാര്യമില്ല, മക്കളുടെ കൈ പിടിച്ച് നടക്കണ്ട. നിങ്ങൾ അവരെ ഒരു 100 മീറ്റർ മുന്നോട്ട് അവർ മാറി നടക്കട്ടെ, 50 മീറ്റർ മുന്നോട്ട് മാറി നടക്കട്ടെ, അവരെ ഒരാൾ പോലും നോക്കുകയില്ല. ഇത്ര മോഡേൺ ഡ്രസ്സിൽ നടന്നോട്ടെ, അവരെ ഒരാൾ പോലും നോക്കുകയില്ല. ഒരു ചൂഴ്ന്ന നോട്ടങ്ങളും ഉണ്ടാവില്ല. അങ്ങനെ ഒരു ചൂഴ്ന്ന നോട്ടം നിങ്ങൾ അവിടെ വെച്ച് ശ്രദ്ധയിൽപ്പെട്ടാൽ ആ നോക്കിയവന്റെ മുഖത്തേക്ക് നിങ്ങൾ സൂക്ഷിച്ചു നോക്കുക. തീർച്ചയായിട്ടും അതൊരു ഇന്ത്യക്കാരനായിരിക്കും, തീർച്ചയായിട്ടും അതൊരു മലയാളിയായിരിക്കും. എന്ന് പറയുമ്പോൾ എന്നെ തെരുവിളിക്കാൻ വരണ്ട, മലയാളി പൊളിയൊക്കെ തന്നെയാണ് അത്. പക്ഷെ നമ്മളൊരു ടൂർ ഓപ്പറേറ്റർ എന്നുള്ള നിലക്ക് നമ്മൾ യാത്രകളായിട്ടൊക്കെ പോകുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചകൾ എന്ന് വെച്ചാൽ നമ്മൾ എല്ലാ മലയാളികളും അല്ലാട്ടോ പറയണത്. നമ്മൾ ഈ സത്യം പറഞ്ഞാല് സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ നമ്മുടെ ചാനലിലൊക്കെ നമ്മൾ വന്നിരുന്ന എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. കാരണം ഇതിന്റെ തുമ്പും വാലും ഒക്കെ എടുത്തിട്ടായിരിക്കും ഓരോരുത്തരും വലിയ പ്രശ്നങ്ങളായിട്ട് വരുന്നത്. ഇനിയിപ്പോ ഈ കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ട് എന്തൊക്കെ മുറവിളികളാണ് എനിക്കെതിരെ വരുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ നിങ്ങൾ ആധികാരികമായിട്ട് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്കൊരു ഉത്തരം കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം വർഷങ്ങളായിട്ട് ധാരാളം ടൂർ പാക്കേജുകൾ നടത്തിയിട്ടുള്ള അനുഭവത്തിൽ ഒരുപാട് അമ്മ പെങ്ങന്മാരുടെ ഒപ്പം യാത്ര ചെയ്തുകൊണ്ട്, ഒരുപാട് കുടുംബങ്ങളോടൊപ്പം യാത്ര ചെയ്തുകൊണ്ട് നമ്മൾ ഇതൊക്കെ നേരിട്ട് അനുഭവിച്ചറിഞ്ഞിരിക്കുന്നതിന്റെ പേരിൽ തന്നെയാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നത്. അപ്പോൾ എവിടെ പോയി നമ്മുടെ നാട്ടിലെ സംസ്കാര സമ്പന്നത നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ കുറവുകൾ എല്ലാനും മറച്ചു വെച്ചുകൊണ്ട് മറ്റുള്ളവരെ കുറ്റം പറയുന്നതിന് തുല്യമാണ്. എനിക്ക് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളത്, തീർച്ചയായിട്ടും നിങ്ങൾ ഇന്ത്യക്ക് വെളിയിലേക്ക് ഒരു യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരെയും തായ്ലൻഡിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. തീർച്ചയായിട്ടും തായ്ലൻഡിലേക്ക് വരൂ. ഒരുപാട് പുതുമകൾ നിറഞ്ഞ കാഴ്ചകളും അനുഭവങ്ങളും ഭക്ഷണങ്ങളും ഭക്ഷണ വിശേഷങ്ങളും നമ്മൾക്ക് എന്താ പറയുക, നമുക്ക് ലോകത്ത് മറ്റെവിടെയും
ലഭ്യമാവാത്ത ഭക്ഷണ വിഭവങ്ങൾ, കാഴ്ചകളുടെ പുതിയ പുതിയ തലങ്ങളിലേക്ക്, പുതിയ പുതിയ അനുഭവങ്ങളിലൂടെ എല്ലാം നിങ്ങൾക്ക് കടന്നു പോകാൻ സാധിക്കും. 2 വയസ്സ് മുതൽ 90 വയസ്സുള്ളവർക്ക് വരെ ഒരുപോലെ ആസ്വദിക്കാവുന്ന കാഴ്ചകൾ. തീർച്ചയായിട്ടും ഏതൊരു പ്രായത്തിലുള്ളവരായിക്കോട്ടെ, നിങ്ങൾക്ക് ഒരിക്കലും തായ്ലൻഡ് യാത്ര നിങ്ങൾക്കൊരു മടുപ്പ് എന്നുള്ള നിലക്ക് ഫീൽ ചെയ്യില്ല. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നല്ല രീതിയിൽ യാത്ര പ്ലാൻ ചെയ്ത് തന്നെ യാത്ര ചെയ്യണം. ഇവ എല്ലാം സോഷ്യൽ മീഡിയ കാണുന്ന ഒരു കാഴ്ചയാണത്. ഏറ്റവും കുറഞ്ഞ തുകയ്ക്ക് തായ്ലൻഡ് യാത്ര, ഏറ്റവും കുറഞ്ഞ തുകയ്ക്ക് തായ്ലൻഡ് യാത്ര എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കസ്റ്റമേഴ്സിനെ ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള പരസ്യങ്ങളും മറ്റൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് മാർക്കറ്റിൽ ഒരു പവൻ സ്വർണത്തിന് ഒരു 60,000 രൂപയാണ് ഒരു പവന് വില എന്നിരിക്കെ ആരെങ്കിലും നിങ്ങളോട് പറയണം ഞങ്ങൾക്ക് 40,000 രൂപ തന്നാൽ ഒരു പവൻ ഗോൾഡ് തരാം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നമുക്ക് അപ്പൊ തന്നെ മനസ്സിലാകും ദർ ഇസ് സംതിങ് റോങ്, അതിൽ എന്തെങ്കിലുമൊക്കെ മായമുണ്ട്. എന്നതുപോലെ തന്നെയാണ് ബഡ്ജറ്റ് വളരെ കുറച്ചു കൊണ്ടുള്ള യാത്രകൾ. പലപ്പോഴും പല ആൾക്കാരും ഞങ്ങൾ ഒറ്റയ്ക്ക് പോയി, ട്രാവൽ ഏജന്റിന്റെ സഹായമില്ലാതെ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് പലരും, ഇത് പോകുന്നതിൽ തെറ്റൊന്നുമില്ല കേട്ടോ, ഞാൻ കുറ്റം പറയുന്നതല്ല, വലിയ രീതിയിലുള്ള കമന്റുകളും അഭിപ്രായങ്ങളൊക്കെ പറയുന്നത് കാണാറുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കുക, പ്രത്യേകിച്ച് ഒരു ടൂർ ഓപ്പറേറ്റർ എന്നുള്ള നിലക്ക് ഇപ്പൊ ട്രാവൽ ഏജൻസി നടത്തുന്നവർക്കൊക്കെ ഇത് കാണുമ്പോൾ അത് മനസ്സിലാകും കാര്യങ്ങൾ. ട്രാവൽ ഏജന്റിന്റെ സഹായമില്ലാതെ ഞങ്ങൾ പോയി അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ അവിടെ കൊടുക്കുന്ന തുക കൂടുതലാണ്. പലരും അത് തർക്കിച്ചാലും നമുക്കത് ഇല്ല എന്ന് പറയാതെ നിവൃത്തിയില്ല. ഉദാഹരണത്തിന് നിങ്ങൾ ഒരു സ്ഥലത്ത് കൗണ്ടറിൽ പോയിട്ട് അവിടെ 1000 ബാത്താണ് ടിക്കറ്റ് ചാർജെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ട്രാവൽ ഏജന്റിന്റെ സഹായമില്ലാതെ ചെല്ലുന്നവർ ഈ 1000 ബാത്തിന് തന്നെയായിരിക്കും ടിക്കറ്റ് എടുക്കുന്നത്. എന്നാൽ ആ ടിക്കറ്റ് ഒരു ട്രാവൽ ഏജന്റിന് കിട്ടുന്നത് 600 ബാത്തിനും 650 ബാത്തിനും ആയിരിക്കും. ബാത്ത് എന്ന് പറയുന്നത് തായ്ലൻഡിലെ കറൻസിയാണ് പറയുന്നത്, അറിയാത്തവർക്കായിട്ട് പറഞ്ഞതാണ്. അപ്പൊ അത്തരത്തില് 1000 രൂപയുടെ ടിക്കറ്റ് നേരിട്ട് ഒരാള് ഏജന്റിന്റെ സഹായമില്ലാതെ ചെന്നെടുക്കാൻ 1000 ബാത്ത് കൊടുക്കുമ്പോൾ ഏജന്റിന് 600 650 ബാത്തിനായിരിക്കും കിട്ടുന്നത്. സ്വാഭാവികമായിട്ടും ഏജന്റ് അതിനകത്ത് 100 200 അതിനകത്ത് ഒരു കമ്മീഷൻ ഇട്ടിട്ടായിരിക്കും നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ ഈ 650ന്റെ കൂടെ 200 ബാത്തും കൂടി ചേർന്നാലും 850 ബാത്തേ ആവുന്നുള്ളൂ. അപ്പോഴും കസ്റ്റമർക്ക് 150 ബാത്ത് ലാഭമാണ്. ട്രാവൽ ഏജന്റിന്റെ കമ്മീഷനായിട്ട് 200 ബാത്താണ് കിട്ടുന്നത്. ഇതുപോലെ പല സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ളത് വരുമ്പോഴാണ്, ഈ കുറഞ്ഞ തുക വരുമ്പോഴാണ് ട്രാവൽ ഏജന്റിന് ഒരു പ്രോഫിറ്റ് എന്നുള്ള നിലക്ക് കിട്ടുന്നത്. കസ്റ്റമറിനും ആ യാത്ര ഒറ്റയ്ക്ക് പോകുന്നതിനേക്കാളും പ്രോഫിറ്റബിൾ ആകുന്നത്. പിന്നെ നിങ്ങൾ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ അവിടെ ചെന്നതിന് ശേഷം നിങ്ങൾക്ക് ഒരു ട്രാവൽ ഏജന്റ് ഒന്നും ഇല്ല എന്ന് കരുതുക. അവിടെ ചെന്നതിന് ശേഷം ഒരു അപകടം ഉണ്ടാവുകയാണെങ്കിൽ, അത് വാഹന അപകടമായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മളൊന്ന് വഴിയിൽ കാല് മടങ്ങി വീണെന്നായിക്കോട്ടെ, ബാത്റൂമിൽ വീണ് കാലൊടിഞ്ഞെന്നായിക്കോട്ടെ, ഒരു കാർഡിയാക് അറസ്റ്റോ സ്ട്രോക്കോ ആയിക്കോട്ടെ, നിങ്ങളെ ടേക്ക് കെയർ ചെയ്യാൻ ആ നാട്ടിൽ ആരുണ്ട്? നേരെ മറിച്ച് നിങ്ങൾ ഒരു ട്രാവൽ ഏജന്റിന്റെ സഹായത്തിലാണ് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിങ്ങളെ സഹായിക്കാനായിട്ട് ആ ട്രാവൽ ഏജന്റുമായി കണക്റ്റഡ് ആയിട്ടുള്ള അവിടെയുള്ള കമ്പനി അതുമായി ബന്ധപ്പെട്ടോ ആളുകൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഞാൻ എന്റെ സ്ഥാപനമായിട്ടുള്ള റോയൽ സ്കൈ ഹോളിഡേയ്സിലൂടെ യാത്ര ചെയ്യാൻ വേണ്ടി മാത്രം പറയുന്നതല്ല കേട്ടോ. ഏത് റെപ്യൂട്ടഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളെ നിങ്ങൾക്ക് തെരഞ്ഞെടുക്കാം. യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ അപരിചിതമായിട്ടുള്ള ഒരു നാട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ കാവൽക്കാരാണ് ഒരു ട്രാവൽ ഏജന്റ് എന്നും കൂടി മനസ്സിലാക്കുക. പലരും ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പൊ എല്ലാവരും വാളെടുത്തവരൊക്കെ വെളിച്ചപ്പാടെന്ന് പറഞ്ഞ പോലെ ഇന്ന് ഒരു മൊബൈൽ ഫോണുമായിട്ട് ഇറങ്ങിയിട്ട് ഒത്തിരി വീഡിയോകളും മറ്റു കാര്യങ്ങളും വ്ളോഗർ എന്നുള്ള അവകാശപ്പെട്ടിട്ടൊക്കെ ആൾക്കാർ ചെയ്യുന്നുണ്ട്. അതിനകത്തൊന്നും നമ്മൾ തെറ്റ് പറയുന്നില്ല, എല്ലാവരും ചെയ്യണം എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷെ ഒരു യാത്രകൾ കൊണ്ട് മാത്രം, ഒരു പ്രാവശ്യം കണ്ട കാഴ്ചകളും അനുഭവങ്ങളും മാത്രം പകർത്തിക്കൊണ്ട് ഇതിങ്ങനെ ചെയ്താൽ മതി, അങ്ങനെ ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ അത് യഥാർത്ഥത്തിൽ അത് മിസ്ലീഡ് ചെയ്യുകയും കൂടിയാണ് ചെയ്യുന്നത്. കാരണം ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഒരു വീഡിയോ അത് ഏത് മാസത്തിൽ ചിത്രീകരിച്ചതാണെന്ന് പോലും ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കില്ല. ഒരു ട്രാവൽ വീഡിയോ കാണുകയാണ്, ഇപ്പൊ യൂറോപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഓരോ സ്ഥലങ്ങൾ നിങ്ങൾ അങ്ങനെ എടുത്തു, പിന്നീട് ആ സ്ഥലത്തേക്ക് നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ആ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങൾ പകർത്തിയ മാസത്തിലായിരിക്കില്ല, ആ സീസണിലായിരിക്കില്ല നിങ്ങൾ അങ്ങോട്ട് പോകുന്നത്. അപ്പൊ നിങ്ങൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ കാണുന്ന അനുഭവങ്ങൾ തികച്ചും വ്യത്യസ്തമായിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും ഒരു ട്രാവൽ ഏജന്റിനും നിങ്ങളെ പ്രോപ്പറായിട്ട് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ട്രാവൽ ഏജന്റിന് നിങ്ങളെ കൃത്യമായിട്ട് ഗൈഡ് ചെയ്യാനും നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ തന്നുകൊണ്ട് നിങ്ങളുടെ അനാവശ്യ എക്സ്പെൻസുകളെല്ലാം കട്ട് ചെയ്തുകൊണ്ട് സുഖകരമായിട്ടുള്ള ഒരു യാത്ര നിങ്ങൾക്ക് ഓഫർ ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് സക്സസ്ഫുൾ ആയിട്ട് അത്തരം യാത്രകൾ പോയി വരാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ട്രാവൽ ഏജന്റിന്റെ സഹായമില്ലാതെ പോകുന്നതിൽ തെറ്റില്ല. യാത്ര ചെയ്ത് ശീലമുള്ളവർക്കും ഏതൊരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനും പറ്റുന്നവർക്കും കുഴപ്പമില്ല. അല്ലാത്തവർക്ക് തീർച്ചയായിട്ടും ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ട്രാവൽ ഏജന്റിന്റെ സഹായമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോകത്തിന്റെ ഏത് കോണിലും നിങ്ങൾക്ക് ഒരു ഭയവുമില്ലാതെ ഏതൊരു സിറ്റുവേഷനും പേടിക്കാതെ നിങ്ങൾക്ക് പോയി വരാം. ബിക്കോസ് നിങ്ങളുടെ പിന്നിൽ നിങ്ങളെ ഫോളോ അപ്പ് ചെയ്യുന്ന
ഇന്ന് എവിടെ എത്തി, തിരിച്ച് റൂമിലെത്തിയോ, രാവിലെ നിങ്ങൾ വണ്ടിയിൽ കയറിയോ, പോയോ, വന്നോ, കഴിച്ചോ എന്നെല്ലാം ചോദിച്ചുകൊണ്ട് പിന്നിൽ ഒരു ട്രാവൽ ഏജന്റ് ഉണ്ടായിരിക്കും. എന്നതിനാൽ തന്നെ നിങ്ങൾക്ക് വളരെ ധൈര്യത്തോടെ നിങ്ങൾക്ക് ഒറ്റക്കോ നിങ്ങളുടെ കുടുംബത്തോടൊപ്പമോ എവിടെയും നിങ്ങൾക്ക് പോകാം എന്നുള്ളതാണ് പ്രത്യേകത. തായ്ലൻഡ് എന്ന് പറയുമ്പോൾ സാധാരണ എല്ലാവരും യാത്ര ചെയ്യുന്നത് നമ്മുടെ ബാങ്കോക്കും പട്ടായും ഒക്കെ ആണെങ്കിൽ അത് മാത്രമല്ല, കൊച്ചിയിൽ നിന്ന് നേരെ തായ്ലൻഡിന്റെ മറ്റൊരു അതിമനോഹരമായിട്ടുള്ള സ്ഥലമുണ്ട് ഫുക്കറ്റ്. വളരെ ബീച്ചുകളാൽ നിറഞ്ഞിട്ടുള്ള സ്ഥലമാണ്. ബീച്ചിൽ നിന്ന് കഴിഞ്ഞാൽ കടലും കടൽ കാഴ്ചകളും ഒക്കെ ആയിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ ഫുക്കറ്റും ക്രാബിയും എല്ലാം തന്നെ. ക്രാബി എന്നൊക്കെ പറഞ്ഞാൽ മലേഷ്യനോട് അടുത്ത് കിടക്കുന്ന സ്ഥലമാണ്. അപ്പൊ കൊച്ചിയിൽ നിന്ന് ഫുക്കറ്റിലേക്കും നേരിട്ട് വിമാന സർവീസുകളുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇതിക്ക് മുമ്പ് ബാങ്കോക്കും പട്ടായൊക്കെ പോയിട്ടുള്ളവർക്ക് ഫുക്കറ്റ് നമുക്ക് തെരഞ്ഞെടുക്കാവുന്ന നല്ലൊരു ഓപ്ഷനാണ്. ഫുക്കറ്റും ക്രാബിയും എല്ലാം തന്നെ. ഫുക്കറ്റിന്റെ മനോഹരമായിട്ടുള്ള കടൽ കാഴ്ചകൾ, അതുപോലെ തന്നെ വളരെ വൈവിധ്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ, ഇതെല്ലാം തന്നെ നമുക്ക് വല്ലാത്തൊരു ത്രില്ല് തന്നെയായിരിക്കും തരുന്നത്. അതിനോടൊപ്പം തന്നെ ക്രാബിയിലേക്കുള്ള യാത്രയും പഴയ ജെയിംസ് ബോണ്ട് ഫിലിംസും അതുപോലെ തന്നെ പല ഹോളിവുഡ് ഫിലിംസ് എല്ലാം തന്നെ എടുത്തിട്ടുള്ള സ്ഥലങ്ങളിലൂടെയുള്ള അതിമനോഹരമായിട്ടുള്ള യാത്ര നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ മറക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. അതുപോലെ തന്നെ ഇപ്പോൾ തായ്ലൻഡിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക്, മുമ്പ് തായ്ലൻഡിലേക്ക് പോകാൻ വിസ ആവശ്യമുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഓൺ അറൈവൽ ആണ് ഇന്ത്യക്കാർക്ക്. ഇപ്പൊ അത് ഓൺ അറൈവൽ വിസയുടെ ഫീസുകളും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പൊ നമുക്ക് ഇപ്പൊ കഴിഞ്ഞ ഈ മാസം മുതൽ ഓൺലൈൻ രജിസ്ട്രേഷന്റെ ആവശ്യമുണ്ട്. അപ്പൊ യാത്ര ചെയ്യുന്നവര് അത്തരത്തിലുള്ള രജിസ്ട്രേഷൻ എല്ലാം എടുത്തതിന് ശേഷം യാത്ര ചെയ്യുക. അല്ലാതെ നിങ്ങൾ എയർപോർട്ടിലേക്ക് ചെല്ലുകയാണെങ്കിൽ അവിടെ അതിനുള്ള സിസ്റ്റങ്ങളെല്ലാം തന്നെ വെച്ചിട്ടുണ്ട്. പക്ഷെ വലിയ ക്യൂ അനുഭവപ്പെടും. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഈ വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് നമ്മുടെ 2025 മെയ് മാസത്തിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ യാത്രകൾ സന്തോഷകരമാവട്ടെ. യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവര് നമ്മുടെ സ്വന്തം സ്ഥാപനമായിട്ടുള്ള റോയൽ സ്കൈ ഹോളിഡേയ്സുമായിട്ട് ബന്ധപ്പെടുക. ഇവിടെ നമ്പറുകളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ യാത്ര ബുക്ക് ചെയ്യുന്ന ടൈം മുതൽ പോയി വരുന്നത് വരെയുള്ള കൃത്യമായിട്ടുള്ള ഫോളോ അപ്പ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. എല്ലാ മാസത്തിലും ടൂറുകളുണ്ട്. നിങ്ങൾക്ക് ഒരാളാണോ, രണ്ടാളാണോ, 4 ആളാണോ, എത്ര പേരാണെങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേകം തയ്യാറാക്കിയ ടൂർ പാക്കേജുകളെല്ലാം തന്നെയുണ്ട്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി റോയൽ സ്കൈ ഹോളിഡേയ്സിലേക്കും തായ്ലൻഡിലേക്കും സ്വാഗതം.